ഇത് എൻ്റെ ഒരു CB200X എന്ന് പറഞ്ഞ വണ്ടിയാണ്. ആ വണ്ടി ഞാനൊരു 7-8 മാസമായി വാങ്ങിയിട്ട്. ആ വണ്ടി മേടിച്ച് ഞാൻ അതുമ്മ ചെറിയൊരു മോഡിഫിക്കേഷൻ പണി ചെയ്തതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനി BMW GS പോലെ ഒന്ന് ആക്കിയതാണ് ഈ കാണുന്നത്. ഇതാണ് വണ്ടിയുടെ ഒരു എക്സ്റ്റേണൽ ലുക്ക്. മൊത്തത്തിലിപ്പോൾ വണ്ടിയിൽ മൊത്തം 5 പെട്ടിയോടത്തോളം ഉണ്ട്. 5 പെട്ടി ഉണ്ട്. ഫ്രണ്ടിൽ 2 എണ്ണം, ഈ സൈഡ്. ഇതാണ് അതിൻ്റെ പെട്ടികൾ കാര്യങ്ങളൊക്കെ. എന്താ മൊത്തം ബാക്കിൽ ടോപ്പ് ബോക്സ്, 2 സൈഡിൽ സ്റ്റഡ്സിൻ്റെ, എല്ലാം സ്റ്റഡ്സിൻ്റെ സാധനങ്ങളാണ്, പെട്ടികളാണ്. പിന്നെ ഒരു ക്രാഷ് ഗാർഡ് വാങ്ങിയിട്ടുണ്ട്. അത് AGPയുടെ ക്രാഷ് ഗാർഡാണ്. പിന്നെ AGPയുടെ തന്നെ അതേ സാഡിൽ സ്റ്റേ വച്ചിട്ടുണ്ട്. ക്യാരിയർ ഉണ്ട്. പിന്നെ അതേ AGPയുടെ തന്നെ അതേ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ AGPയുടെ സാധനം ഇത് ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ അതേ ആകെ ചെയ്തേക്കണ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ, അതിൻ്റെ വൈസർമേന്ന് തന്നെ സെറ്റ് ചെയ്യണ സൈസ് ഒരു മൊബൈൽ ഹോൾഡറും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു 2 മിറർ. ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചാണ്. 2 എണ്ണത്തിന് കാറിനൊക്കെ വയ്ക്കണ മിററാണത്. ഒരു 2 എണ്ണത്തിന് 350 രൂപ. പിന്നെ അതേ ഈ ക്യാരിയർ ഈ ഷേപ്പിലുള്ളതാണ്. അതുമ്മയാണ് ഞാൻ ഈ പെട്ടി സെറ്റ് ചെയ്തേക്കുന്നത്. ക്യാരിയർ ഇതാ ഫ്രണ്ടിലെ ക്രാഷ് ഗാർഡ് ഇതാണ്. ഈ ക്രാഷ് ഗാർഡ് സത്യം പറഞ്ഞാൽ ഈ ക്രാഷ് ഗാർഡും പിന്നെ ഈ സാഡിലും ക്യാരിയറും ഈ ബാക്ക് റെസ്റ്റും എല്ലാം കൂടി കൂടിയിട്ട് 6800 രൂപയ്ക്കാണ് കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചത്. ഇതിപ്പോൾ ഈ നാട്ടിൽ നിന്ന് ആൾക്കാർ മേടിക്കാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ പിറ്റ് സ്റ്റോപ്പ്, റെഡിച്ച് എന്നൊക്കെ പറഞ്ഞ കമ്പനിക്കാരുടെയൊക്കെ അടുത്ത് ഇത് സാധനം ഞാൻ അന്വേഷിച്ചതാണ്. അന്വേഷിച്ചപ്പോൾ അതിൻ്റെ വില അവർ പറഞ്ഞത് 14,000 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നേരെ കോയമ്പത്തൂർ പോയൊന്ന് നോക്കിയതാണ്. അപ്പോൾ കോയമ്പത്തൂർ ചെന്നപ്പോൾ ആ സാധനത്തിന് ഈ വിലയ്ക്ക് സംഗതി കിട്ടി. അപ്പോൾ ആരെങ്കിലും മേടിക്കണമെങ്കിൽ ഇതിനൊന്നും ഇത്ര വിലയില്ല. ഇനി ഇതിൻ്റെ ഞാൻ ബാംഗ്ലൂരും വില അന്വേഷിച്ചാണ്. ബാംഗ്ലൂർ വില അന്വേഷിച്ചപ്പോൾ കോയമ്പത്തൂരിനേക്കാളും ഒരു 400 രൂപ ഡിഫറൻസ് കുറവാണ് ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ എത്ര വില കുറവ് കിട്ടും. ഞാനിത് എല്ലായിടത്തും അന്വേഷിച്ചിട്ടാണ് ഈ സാധനം മേടിച്ചത്. നമ്മുടെ ഓൺലൈനിലെ ആൾക്കാരൊക്കെ വീഡിയോ ഇടുമ്പോൾ 1 ലക്ഷം രൂപയുടെ കോസ്റ്റ്ലി എക്സ്ട്രാ ഫിറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. പക്ഷേ ഈ എക്സ്ട്രാ ഫിറ്റിങ്സ് വന്നത് ഈ ക്രാഷ് ഗാർഡും സാധനങ്ങളൊക്കെ വരുന്നതിന് ഇത്ര ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇത് വണ്ടി മേടിച്ചിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ എങ്ങാനും പോയി മേടിക്കണമായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ പെട്ടി മേടിക്കണതൊക്കെ അതേ ഈ പെട്ടിക്ക് ഓൺലൈനിൽ ആമസോണിൽ നിന്ന് മേടിച്ചത്, ഈ ബോക്സ് മേടിച്ചത് 870 രൂപ. ഇതിന് എറണാകുളത്ത് നിന്ന് കടയിൽ നിന്ന് മേടിച്ചാണ്. സ്റ്റഡ്സിൻ്റെ ക്രൂയിസർ ലെഫ്റ്റും റൈറ്റും. അതിന് ഒരെണ്ണത്തിന് 1480 രൂപ. ഇത് 1560 രൂപ. സ്റ്റഡ്സിന് തന്നെ ടോപ്പ് ബോക്സ്. ഇത് സെറ്റ് ചെയ്തതല്ല, ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഇട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇതുമതേ ഒരു ബോട്ടിൽ ഹോൾഡറും വച്ചിട്ടുണ്ട്. 1 അല്ല 2 എണ്ണം. ഈ സൈഡ് റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ഈ വണ്ടി മേടിക്കുമ്പോഴത്തെ സംഭവം, ഈ വണ്ടി മേടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വണ്ടിക്ക് തീരെ വെളിച്ചമില്ലാത്ത വണ്ടിയാണ്. വെളിച്ചം ഭയങ്കര കുറവാണ്. രാത്രി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളിച്ചമില്ല. ഹെഡ്ലൈറ്റ് LED ആയ കാരണം കൊണ്ട് ഇതിന് തീരെ വെളിച്ചമില്ല. ബൾബ് നമുക്ക് മാറ്റിയിടാനും പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നം. എക്സ്ട്രാ ലൈറ്റ് വയ്ക്കുന്ന സ്ഥിതി വരും ഈ വണ്ടിക്ക്. അതാണ് ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് എനിക്കൊരു 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ വണ്ടി. ആ വണ്ടിയുടെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് അതാണ്, വെളിച്ചം തീരെ ഇല്ല. പിന്നെ ഇതിൻ്റെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. പക്ഷേ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ബീമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇതുണ്ട്. ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ ഓക്കെയാണ്. ഓടിക്കാൻ നല്ല സുഖമുണ്ട് എനിക്ക്. പിന്നെ ഈ വണ്ടിക്ക് ഞാനിത് തമിഴ്നാട്, കോയമ്പത്തൂർ എല്ലാ മാസവും ഓടണ വണ്ടി ആയ കാരണം കൊണ്ട് എനിക്കിത് മൈലേജ് എനിക്ക് 54 കിലോമീറ്റർ ഉണ്ട്. പിന്നെ കമൻ്റ് ഇടണവരൊക്കെ പലതും കമൻ്റ് ഇടുമായിരിക്കും. പക്ഷേ എനിക്കിത് ഒരു ഫുൾ ടാങ്ക് 9.7 ലിറ്റർ ഞാൻ 1000 രൂപയ്ക്ക് അടിച്ചാൽ എനിക്ക് ഈ വണ്ടി 532 കിലോമീറ്റർ സ്ഥിരമായിട്ട് 532 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 1000 രൂപയുടെ പെട്രോൾ അടിക്കേണ്ട വന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സംഭവം. അപ്പോൾ എൻ്റെ ബോട്ടിൽ ഹോൾഡറും സംഭവങ്ങളും ഇത്രയും സംഭവം ചെയ്തതിന് കൂടി വന്നാൽ ഒരു 10 രൂപ വന്നിട്ടുണ്ടോ അതിൻ്റെ പെട്ടിയും
ഇതിൻ്റെ ക്രാഷ് ഗാർഡും സാധനങ്ങളെല്ലാം കൂടി മേടിച്ച് വെച്ചിട്ട് ഒരു 10 രൂപ 11 രൂപ വന്നിട്ടുണ്ടാവും. മൊത്തം ഇത്രയും പെട്ടികൾ 5 ബോക്സ് ഈ വക സാധനങ്ങളെല്ലാം പിടിപ്പിച്ചിട്ട്. ഇത് മാർക്കറ്റ് പ്ലേസിലൊക്കെ ആൾക്കാർ വണ്ടി സെക്കൻഡ് വിൽക്കാനിട്ടിട്ട് ഈ സാഡിൽ സ്റ്റേ ഇല്ലാണ്ട് ക്രാഷ് ഗാർഡ് മാത്രം പിടിപ്പിച്ചിട്ട് 20,000 രൂപയുടെ കോസ്റ്റ്ലി എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ എഴുതി. ഇതിനൊന്നും ഈ വിലയില്ല. വില വരും. നമ്മുടെ ഇവിടുത്തെ കുറേ ബ്രാൻഡഡ് എന്ന് പറയണ ഷോപ്പുകളിൽ നിന്ന് മേടിച്ചാൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്തെ വില വരും. ഇതിൻ്റെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് ചീപ്പ് റേറ്റാണ് ഇതിൻ്റെ സാധനങ്ങൾ, ആക്സറീസിനൊക്കെ. ഈ ക്രാഷ് ഗാർഡുകൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ തീരെ വിലയില്ല. ഇപ്പോൾ ഈ വണ്ടിയുടെ ഇത്രയും സാധനം മേടിച്ചതിന് ബോക്സ് ഒഴിച്ച് ബാക്കിയുള്ള പൈപ്പിൻ്റെ ഐറ്റംസുകൾ, ക്രാഷ് ഗാർഡ്, സാഡിൽ സ്റ്റേ, ക്രാഷ് ഗാർഡ്, ബാക്കിലെ ക്യാരിയർ, ബാക്ക് റെസ്റ്റ്, ഇത്രയും സാധനം മേടിച്ചതിന് ആകെ 6,800 രൂപയാണ് ചിലവ്. ഓക്കെ.